എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഒരു ഫോം ഡി എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിറ്റിസൺ ലോഗിൻ ചെയ്യുന്നതും അതിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതും ഒക്കെ പഠിച്ചതാണ്. ആ വീഡിയോയിൽ രജിസ്റ്റർ ചെയ്തതുപോലെ തന്നെ ആ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് പ്രത്യേകം എഴുതിയിട്ടിരുന്നാൽ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നേരെ ഡാഷ്ബോർഡിലേക്കാണ് വരുന്നത്. അവിടെ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷനുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. ന്യൂ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷനിലാണ് നമ്മൾ അടുത്തതായിട്ട് പ്രസ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു ഫോം എ, ബി. ഇപ്പോൾ നമ്മൾ ഫോം ഡി ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ സെലക്ട് ഫോം ഡിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫോം ഡിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോം ഡിയുടെ ആപ്ലിക്കേഷൻ നമ്മൾ കൃത്യമായി ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് തന്നെയായിരിക്കണം. എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് ഫില്ലപ്പ് ചെയ്ത് വേണം പോകാൻ. ഒരു കാരണവശാലും വിവരങ്ങളിൽ തെറ്റുണ്ടാവരുത്. ഏത് റൂൾ പ്രകാരമാണ് അസൈൻമെൻറ്റ് ലഭിച്ചതെന്നും പട്ട ഡീറ്റെയിൽ എല്ലാം കഴിഞ്ഞ ഡോക്യുമെൻറ്റിൽ ഉള്ളതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നേരിട്ട് പട്ട കിട്ടിയതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ്, ഏത് SRO വഴിയാണ് കിട്ടിയത്, ഏത് ഡോക്യുമെൻ്റ് വഴിയാണ് കിട്ടിയത് എന്നെല്ലാമുള്ള വിവരങ്ങൾ നമുക്കിവിടെ കൊടുക്കാൻ കഴിയും. റെഗുലറൈസേഷൻ ആകുമ്പോൾ നമ്മൾ നിശ്ചിത കാലയളവിനുള്ളിൽ ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടാലാണ് ഇത്തരത്തിലെ ഡോക്യുമെൻ്റൊക്കെ നമുക്ക് ബാധകമായിട്ട് വരുന്നത്. പട്ട ഡേറ്റൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം പട്ടയത്തിനകത്ത് വച്ചിരിക്കുന്ന വില്ലേജ്, താലൂക്ക്, അതായത് പട്ടയത്തിലെ ഇൻഫർമേഷനുകൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്ത് ചെയ്യേണ്ടത്. തെറ്റ് ഒരു കാരണവശാലും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റെഗുലറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഫെയർ വാല്യൂ നമ്മളവിടെ കൊടുക്കേണ്ടതുണ്ട്. പട്ടാലാൻഡിൽ ബിൽഡിംഗ് ഏതെങ്കിലും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം വിവരങ്ങൾ ഇവിടെ ഇൻപുട്ട് ചെയ്യണം. ഫ്ലാറ്റിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ, ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിൽട്ടപ്പ് ഏരിയ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് മറ്റൊരു ഭാഗമാണ് ലാൻഡ് യൂസ്ഡ് ഫോർ ക്വാറിയിങ് ഓപ്പറേഷൻസ്. അങ്ങനെ എന്തെങ്കിലും യൂസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം നമ്മൾ പൂരിപ്പിക്കേണ്ടത്. എൻവയോൺമെൻറ്റൽ ക്ലിയറൻസുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൊടുക്കുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ആ ഡീറ്റെയിൽസ് ഓഫ് ലൈസൻസ് ഓർ പെർമിറ്റ്, ലൈസൻസ് ആൻഡ് പെർമിറ്റ് കൊടുക്കുക. സേവ് ആസ് ഡ്രാഫ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കഴിയുമ്പോൾ ഒരു പോർഷൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ഇനി എഡിറ്റൊക്കെ ചെയ്യാം. അപ്പോൾ സക്സസ്ഫുള്ളി സേവ്ഡ് ആസ് ഡ്രാഫ്റ്റ് സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊരു മെസ്സേജ് കാണിക്കും. ആപ്ലിക്കേഷൻ നമുക്കൊന്നുകൂടി റിവ്യൂ ചെയ്യാം. എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടോ, ചെയ്ത വിവരങ്ങളൊക്കെ ശരിയാണോ എന്ന് നോക്കാം. അടുത്തതായിട്ട് കോൺട്രാവെൻഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പർപ്പസൊക്കെ ടൈപ്പ് ചെയ്യാനായിട്ടൊരു ബോക്സും കൂടി താഴെ തന്നിട്ടുണ്ട്. ഇത് ഒന്നിലധികം നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. ഒരെണ്ണം ആഡ് ചെയ്തിട്ട് ആഡ് ന്യൂ കൊടുത്തു കഴിയുമ്പോൾ രണ്ടാമതായിട്ട് വീണ്ടും അടുത്ത ടൈപ്പ് ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അത് കൊടുക്കാം. അങ്ങനെ നമുക്ക് 1 by 1 ആയിട്ട് കൊടുക്കാൻ കഴിയുന്നതാണ്. ആഡ് ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്, പുതിയ ഒരു ലിസ്റ്റ് വന്നു, ഒരു ഐറ്റം വന്നു. അവിടെ ഒരു ആക്ഷൻ ഇൻറ്റു മാർക്കുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തെറ്റായിട്ട് അങ്ങനെ ആഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്ക് ഒരെണ്ണം കൂടി ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 2 ഷെഡ്യൂളുകൾ നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഈ 2 ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തതായിട്ട് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകളാണ് നമ്മളവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതല്ല, നമ്മൾ ഏതെങ്കിലും ഡോക്യുമെൻ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എറർ കാണിക്കും. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റുകളും കൂടി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്താൽ മാത്രമേ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോവുകയുള്ളൂ. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ അറ്റാച്ച്മെൻറ്റുകളും അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഗൂഗിൾ പേ വഴിയോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. പേയ്മെൻറ്റ് ചെയ്ത് തീരുമ്പോൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് കാണിക്കും. റെഫറൻസ് നമ്പർ നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ കണ്ടിന്യൂ ടു സബ്മിഷൻ കൊടുക്കുക. ഇവിടെ ഏതൊക്കെ ഡോക്യുമെൻ്റാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ്. റിക്വസ്റ്റ് OTP ഫോർ സബ്മിഷൻ, അതായത് അവസാനമായിട്ട് നമ്മൾ തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്ന് സിസ്റ്റത്തിന് ഒന്ന് കൺഫേം ചെയ്യുകയാണ്.
അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി കാണിക്കും. അതിനകത്ത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിന് സെപ്പറേറ്റ് ഒരു നമ്പർ കിട്ടും. ഏതാണ് ഫോമെന്നും തൻ്റെ പേര് ഏതാണെന്നും മറ്റെല്ലാ വിവരങ്ങളും ഇതിൻ്റെ സ്റ്റാറ്റസും എല്ലാം ഉൾപ്പെടെയാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. നമുക്ക് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഈ ആപ്ലിക്കേഷൻ ഏത് സീറ്റിലാണ് അല്ലെങ്കിൽ ആരുടെ കൈവശമാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് അറിയാനും കഴിയുന്നതാണ്. അത് പ്രിൻ്റ് ചെയ്ത് നമുക്കെടുക്കാം. ഡാഷ്ബോർഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡിലേക്ക് പോകാം. ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷനുകളുടെ എല്ലാം ലിസ്റ്റ് കൃത്യമായിട്ട് കിട്ടും. റെഫറൻസ് നമ്പർ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. അതിൽ സ്റ്റാറ്റസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആപ്ലിക്കേഷൻ വീണ്ടും വേണമെങ്കിൽ നമുക്കൊന്നുകൂടി നോക്കാം. അതിൻ്റെ ടാർഗറ്റ് ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് കാണുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ കൃത്യമായ വിവരം അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഇത് ഏത് ഫോമാണ്, എന്നാണ് സബ്മിറ്റ് ചെയ്തത്, പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്താണ്, മൊത്തം പൂർണ്ണമായ വിവരങ്ങൾ കിട്ടും. നമ്മൾ അറ്റാച്ച് ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റുകളും അതിനകത്ത് കാണാൻ കഴിയുന്നതാണ്. ഇത് ആപ്ലിക്കേഷൻ്റെ ഹിസ്റ്ററി, ആരുടെ അടുത്താണ് ഇത് കിടക്കുന്നത് എന്നുള്ളത് എല്ലാ വിവരങ്ങളും നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫോം ഡി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്.